നിങ്ങളുടെ നാട്ടിലെ ഒരു നാടകത്തിന് ടിക്കറ്റ് വിൽക്കാൻ പോയി. പിരിച്ച കാശ് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ മറക്കാൻ ഓർക്കുന്ന കാര്യങ്ങൾ കുട്ടേട്ടൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെയാണല്ലോ അതിന്റെ ഒരു ഇത്. നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് പറയുന്നു. ഓർമ്മയില്ലാത്ത പക്വതയില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച ഒരു ചെറിയ തമാശയായിട്ട് സാറിനെ കണ്ടാൽ മതി. സാറായിട്ട് അത് വലിച്ചു നീട്ടി കുഴപ്പമാക്കണ്ട അല്ലേ? അത് വേറൊന്നുമില്ല. സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക്. അപ്പോ അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ പ്രൊഫഷണൽ നാടകം വല്ലപ്പോഴുമാണ് വടക്കാഞ്ചേരിയിൽ നടക്കുന്നത്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഞങ്ങളെ സമീപിക്കുന്നു, പിള്ളേരെ വിളിക്കുന്നു, ഓരോ ബുക്ക് തരികയാണ് ടിക്കറ്റ്സ്. അതിനകത്ത് 50 100 വെച്ചാണ് ഉള്ളത്. നിങ്ങൾ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 3 രൂപ വെച്ച് കമ്മീഷൻ. കമ്മീഷൻ 3 രൂപ ഒരു ടിക്കറ്റ്. ആ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് അന്ന് 25 50 അങ്ങനെയാണ്. പക്ഷെ അത് വിറ്റ് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിന് അത്ര വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം വളരെ ദയനീയമാണ്. നാടകം ഫ്രീ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ആളുകൾ വന്ന് കാണണമെങ്കിൽ. രാവിലെ തൊട്ട് നടപ്പാണ് സാറേ. അങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്നു. ഉച്ചയായിട്ടും ഒരു ടിക്കറ്റും പോലും പോകുന്നില്ല. എന്താ നാടകം അടുത്ത ആഴ്ച വടക്കാഞ്ചേരി സ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് നാടക ഇത് 25 എല്ലാ വീട്ടിൽ നിന്നും തല്ലുന്നില്ല, ബാക്കിയല്ലാണ്ട്. അപ്പോ ഒരു നാരങ്ങ വെള്ളം കഴിക്കാനുള്ള കാശ് ഞങ്ങളുടെ ഇല്ല. ഇത് ഏറ്റവും പോയി. നമുക്കൊന്നുമില്ലോ. ഒരു ഐഡിയ ആണ്. ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്യാം. നമുക്ക് സംഭവം എന്തായാലും പോവില്ല. ഇത് ഇനി തിരിച്ചു കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അല്ല, ഐഡിയ വരാനൊരു കാരണം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഒരാള് ഒരു നാടകപ്രേമിയാണ്. പക്ഷെ പുള്ളിക്ക് നാടകത്തിന് വരാനും പറ്റില്ല. പിന്നെ അത്രയും പൈസ എടുത്ത് ടിക്കറ്റ് എടുക്കണ്ടല്ലോ. എന്തായാലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നാടകം ടിക്കറ്റ് എനിക്ക് വേണ്ട, സംഭാവനയായിട്ട് ഒരു 10 രൂപ തന്നു. 10 രൂപ 25 രൂപ ടിക്കറ്റിനേ ഉള്ളൂ. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. സംഭാവന അപ്പോഴാണ് സംഭാവനയെ ഞങ്ങൾ അങ്ങോട്ട് അല്ല കത്തിയതല്ല, അതിനെ വളർത്തി. അപ്പൊ ആ കിട്ടിയ സമയത്ത് തന്നെ അന്നത്തെ 25 വയസ്സ് 50 വയസ്സൊക്കെ ഉള്ളൂ നാരങ്ങ വെള്ളം. അതിനോണ്ട് എല്ലാവരും 5-10 പേരുണ്ട്. കഴിച്ചിട്ട് പറഞ്ഞു സംഭാവനയെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ ചെല്ലുമ്പോ തന്നെ ഒരു നാടകമുണ്ട്, അടുത്ത ആഴ്ച സംഭാവന എന്തെങ്കിലും സംഭാവന 5 രൂപ. ഓക്കെ, 2 രൂപ. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ അടുത്ത ആഴ്ച നാടകമാണ്. അയ്യോ ഇവിടെ ആരുമല്ല, സംഭാവന എന്തെങ്കിലും. അങ്ങനെ സംഭാവന ഇനി ടിക്കറ്റ് എടുക്കല്ലേന്നായി. പിന്നെ പ്രാർത്ഥനയാണ് ടിക്കറ്റ് എടുക്കല്ലേ. ടിക്കറ്റ് എടുക്കാൻ 3 രൂപ ഉള്ളൂ സാറേ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. കളക്ഷൻ ഇതിനുവേണ്ടി വിളിച്ച ആള് അയാളുടെ കുറെ മെമ്പേഴ്സൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. 4 എന്തോ പോയി. മൊത്തം 5 ബുക്കിലെന്തോ 4 പോയിരിക്കുന്നത്. ബാക്കി പുള്ളി ഇങ്ങനെ മറച്ചിങ്ങനെ അടിച്ചു നോക്കുക. കുറേ നടന്നു നിൽക്കുക. ഒരുപാട്. കാരണം ഞങ്ങൾക്ക് നാടകത്തിനുള്ള ഒരു ഇഷ്ടം കൊണ്ടും സംഭവം കൊണ്ടൊക്കെ അത്ര ഞങ്ങൾ അലഞ്ഞു. ചെരുപ്പ് കഴിഞ്ഞാൽ ഒരാൾ സാധനം എടുത്തില്ല. അത് കുഴപ്പമില്ല മോനെ, എന്തായാലും സംഭാവന കിട്ടിയല്ലോ. അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞല്ലേ എങ്ങനെയോ നമ്മളായതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. സംഭാവന കിട്ടിയല്ലോ. നാടകരംഗത്തെ മഹത്തായ സംഭാവന അല്ലേ? 15 മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. പിന്നെ പുള്ളി എഴുന്നേറ്റ് പോയപ്പോ എനിക്ക് നവാസിനെയും നമ്മുടെ ഈ മാധ്യമരംഗത്തുള്ള ME നികേഷ് കുമാറിനെ നന്നായിട്ട് അവതരിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പ് ചെയ്തിട്ടുണ്ട് വേദികളിലൊക്കെ. അമ്മ ഷോ വന്നപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇപ്പൊ ഭയങ്കര നികേഷ് കണ്ടോ അത്? പിന്നെ നികേഷ് കണ്ടത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഞങ്ങളൊരു അവരുടെ എന്തൊരു വാർഷികം വന്ന സമയത്ത് സിദ്ദിഖ് ഡയറക്ട് ചെയ്ത ഒരു പ്രോഗ്രാം ഞാനും നസീറും കൂടി ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? ഞാനും നികേഷും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടുന്നു. ഒരു പുലിയുമായി മുട്ടാൻ ഞാൻ തയ്യാറല്ല. നികേഷ് ഒരു പുലിയാണല്ലോ. പുലിയാ ചില സമയത്ത്. എങ്ങനെയൊക്കെ പോകുന്നു ചാനലൊക്കെ? നമസ്കാരം. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. 1 കോടി കോമഡി എന്ന ഈ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ വളരെ ചാരിദ്രാത്യമുണ്ട്, സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എനിക്ക്. നികേഷ് ഇപ്പോ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടല്ലോ, ഈ മാധ്യമപ്രവർത്തനം വിട്ട്. മാധ്യമപ്രവർത്തനം വിട്ടു എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് SKN പറയുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. എപ്പോ വേണമെങ്കിലും ഞാൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു വന്ന്. അപ്പൊ തീരത്തില്ലെന്ന് മനസ്സിലായി. തീർക്കണ്ട അവിടെ നിൽക്കട്ടെ. അടുത്ത ഇലക്ഷനിലൊക്കെ കാണൂ. ഇലക്ഷന് കാണും. പക്ഷെ നിൽക്കൂന്നറിയില്ല. ഇലക്ഷന് കാണും. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടപ്പോ പറഞ്ഞായിരുന്നു ചിലപ്പം വിട്ടുപോകുന്നു.
ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും പെട്ടെന്ന് വിട്ടുപോകും. എനിക്കിത് പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. SKN പൊതുവെ സംസാരിക്കുമ്പോൾ എല്ലാവരെയും വളരെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. SKN ഇപ്പോൾ സഹായിക്കാൻ തന്നെ ഒരു വലിയ അതിഥിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെക്കാൾ 4 ഇരട്ടി ഹൈറ്റ് ഉണ്ട് കുട്ടേട്ടന്. കുട്ടേട്ടനെ കാണുമ്പോൾ സന്തോഷത്തോടൊപ്പം തന്നെ മറ്റൊരു വിഷമം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കൊറിയയിൽ അടുത്ത കാലത്ത് ജോലി ഭാരം താങ്ങാൻ കഴിയാതെ മരണപ്പെട്ടു പോയ, സൂയിസൈഡ് ചെയ്ത ഒരു റോബോട്ടിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞു കാണാം? ഞാൻ അറിഞ്ഞു, പത്രത്തിലൊക്കെ വായിച്ചു. അതുകൊണ്ട് മാത്രം പറയുകയാണ്, ഇവിടെ കുട്ടേട്ടനുണ്ട്, അത് മറക്കണ്ട. കുട്ടേട്ടാ, കൊറിയയിൽ സൂയിസൈഡ് ചെയ്ത യന്ത്രമനുഷ്യനും കുട്ടേട്ടനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് ഇവിടെ ഒരു ജോലി ഭാരവുമില്ല. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ കുട്ടേട്ടനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? കുട്ടേട്ടന്റെ അകത്ത് ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബുദ്ധി, നിർമ്മിത ബുദ്ധിയാ. എന്തും മനസ്സിലാക്കും. ഇപ്പൊ നവാസ് പിണങ്ങിക്കഴിഞ്ഞാൽ നവാസ് ഒരിക്കലും പുറത്തറിയരുത് എന്ന് ആഗ്രഹിച്ച ചില കാര്യം എടുത്ത് പുറത്തിടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.